സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിൽ പൊതുനിരത്തുകളിൽ തമ്മിൽ തല്ലുന്നതും സഹപാഠികളെ ക്രൂരമായി ആക്രമിക്കുന്നതുമൊക്കെ ഇന്ന് കേരളത്തിൽ സർവ്വസാധാരണമാണ്. കേരളം ചർച്ച ചെയ്ത ഒരു കേസായിരുന്നു വയനാട് ജില്ലയിലെ താമരശ്ശേരിയിൽ വിദ്യാർത്ഥിയായ 15-കാരൻ ഷഹബാസിന്റെ കൊലപാതകം. മുഹമ്മദ് ഷഹബാസ്, അതാണ് അവൻ്റെ പേര്. ഇളയറ്റിൽ വട്ടോളി MG ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു ചുങ്കം പാലോറക്കുന്ന് മുഹമ്മദ് ഇക്ബാലിൻ്റെയും റംസീനയുടെയും മകൻ മുഹമ്മദ് ഷഹബാസ്. 2024 ഫെബ്രുവരി 27 ഷഹബാസിനെ അന്ന് അവൻ്റെ സ്കൂളിലെ ചില വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ചു. വീട്ടിലെത്തിയ അവന് രാത്രിയോടെ ഛർദിയും മറ്റു ചില അസ്വസ്ഥതകളും ഉണ്ടായി. അതോടെ വീട്ടുകാർ ആദ്യം അവനെ താമരശ്ശേരിയിലെ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോയി. പക്ഷേ ഫലമുണ്ടായില്ല. മാർച്ച് 1 പുലർച്ചെ അവൻ മരണത്തിനു കീഴടങ്ങി. അവൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ വ്യക്തമായത് കരാട്ടെ പരിശീലിച്ചവർ ഉപയോഗിക്കുന്ന നഞ്ചക്ക് കൊണ്ടുള്ള അടിയേറ്റ് തലയോട്ടി പൊട്ടിയതാണ് അവൻ്റെ മരണ കാരണമെന്നാണ്. മാത്രമല്ല, ശരീരമാസകലം മർദ്ദനമേറ്റിരുന്നു. നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹം കിടവൂരിലെ മദ്രസയിൽ പൊതുദർശനത്തിനു വെച്ചു. പിന്നീട് ചുങ്കം ടൗൺ ജുമാ മസ്ജിദിൽ ഖബറടക്കി. അതിനുശേഷം അന്വേഷണമായി. ആരാണ് ഷഹബാസിനെ ക്രൂരമായി മർദ്ദിച്ചത്? ആ 15-കാരനോട് അത്രയ്ക്കും വൈരാഗ്യമുള്ളവർ ആരാണ്? താമരശ്ശേരി പോലീസ് അന്വേഷണം തുടങ്ങി. പോലീസിന്റെ അന്വേഷണത്തിൽ ഫെബ്രുവരി 27 ഷഹബാസും സഹപാഠികളിൽ ചിലരുമായി അടിപിടിയുണ്ടായെന്ന് കണ്ടെത്തി. ട്യൂഷൻ സെന്ററിന്റെ സമീപത്തുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. ഇതിനിടയിൽ വിദ്യാർത്ഥിയായ ഒരു പയ്യന്റെ ഇൻസ്റ്റാഗ്രാം ചാറ്റ് പുറത്തു വന്നു. ഞാനിന്നൊരു കാര്യം പറയാം, ഷഹബാസിനെ ഞാനിന്ന് കൊല്ലും. പറഞ്ഞാൽ പറഞ്ഞ പോലെയാണ്. ഓൻ്റെ കണ്ണൊന്ന് പോയി നോക്ക്, കണ്ണൊന്നുമില്ല. മരിച്ചു കഴിഞ്ഞാലും വലിയ വിഷയമില്ല, കേസൊന്നും ഉണ്ടാവില്ല. അവർ ഇങ്ങോട്ട് വന്നതല്ലേ, കേസൊക്കെ തള്ളിപ്പോകും. ഇങ്ങനെയായിരുന്നു ആ ഇൻസ്റ്റാഗ്രാം ചാറ്റ്. ട്യൂഷൻ സെന്ററിലുണ്ടായ യാത്രയയപ്പ് ചടങ്ങിൽ വിദ്യാർത്ഥികൾ തമ്മിൽ വാക്കേറ്റമുണ്ടായിരുന്നു. അത് പിന്നീട് സമൂഹ മാധ്യമത്തിലൂടെ പോർവിളി ഉയർത്തുന്ന ഘട്ടം വരെ എത്തി. പിന്നീട് ഒരു സംഘം വിദ്യാർത്ഥികൾ ആസൂത്രിതമായി ഷഹനാസിനെ ആക്രമിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. വെഴുപ്പൂർ റോഡിലെ സ്വകാര്യ ട്യൂഷൻ സെന്ററിൽ പഠിച്ചിരുന്ന 6 വിദ്യാർത്ഥികളായിരുന്നു കേസിലെ പ്രതികൾ. 6 പേരും 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ. ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചോദ്യം ചെയ്യലിനു ശേഷം ജുവനൈൽ കോടതിയിൽ ഹാജരാക്കിയ ഇവരെ വെള്ളിമാട് കുന്നിലെ ഒബ്സർവേഷൻ ഹോമിലാക്കി. ജാമ്യാപേക്ഷയുമായി ഇവർ കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചെങ്കിലും കോടതി ജാമ്യം നിഷേധിച്ചു. എന്നാൽ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, അവരിൽ ചിലരുടെ രക്ഷിതാക്കൾക്കും സംഭവത്തിൽ പങ്കുണ്ടെന്നായിരുന്നു ഷഹബാസിന്റെ കുടുംബത്തിന്റെ ആരോപണം. ഷഹബാസിനെ നെഞ്ചക്ക കൊണ്ട് അടിച്ചതും ആക്രമണത്തിന് നേതൃത്വം നൽകിയതും ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളുടെ മകനായിരുന്നു. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിയായ TK രാജേഷിനോടൊപ്പം ഇയാൾ നിൽക്കുന്ന ചിത്രവും ഇതിനകം പുറത്തു വന്നു. സ്വർണ്ണക്കടത്തിലും കൊട്ടേഷൻ കേസുകളിലും ഇയാൾ പ്രതിയായിരുന്നു. പോലീസ് ഇയാളുടെ വീട്ടിൽ പരിശോധന നടത്തുകയും നഞ്ചക്ക് കണ്ടെടുക്കുകയും ചെയ്തു. പിടിയിലായ മറ്റു പ്രതികളുടെ വീട്ടിൽ താമരശ്ശേരി SHO സായൂജിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ അവർ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും കണ്ടെടുത്തു. കേസിലെ ഒരു പ്രതിയുടെ പിതാവ് വയനാട് ജില്ലയിലെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ ഡ്രൈവറായിരുന്നു. പ്രധാന പ്രതിയായ പയ്യനടക്കം 3 പേർ ഈ സംഭവം നടക്കുന്നതിൻ്റെ 1 വർഷം മുമ്പും സ്കൂളിൽ ആക്രമണം നടത്തിയിരുന്നു. അന്നിവൻ 9ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. ഈ ആക്രമണത്തിൽ ഒരു വിദ്യാർത്ഥിനിക്കടക്കം പരിക്കേറ്റിരുന്നു. കോമ്പസ് കൊണ്ട് കുത്തുകയും കല്ലെടുത്തിടിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഈ സംഭവം ഒതുക്കി തീർക്കുകയായിരുന്നു എന്ന് കൊല്ലപ്പെട്ട ഷഹബാസിന്റെ പിതാവ് തന്നെ ആരോപിച്ചു. ഗുരുതരമായി പരിക്കേറ്റ് ഷഹബാസ് ആശുപത്രിയിലായിരിക്കുന്ന വിവരം നാട്ടിലെങ്ങും അറിഞ്ഞു. ആ സമയത്ത് അവൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. അവനെ മർദ്ദിച്ച ഒരു പയ്യൻ അയച്ച മെസ്സേജായിരുന്നു അത്. ഷഹബാസെ, ഫുൾ അലമ്പായിക്കുന്നു കേട്ട്. നീ എന്തെങ്കിലും ഒന്ന് പറയടോ, വലിയ സീനില്ലല്ലോ. നീ എങ്ങനെയും ചൊറ ഒഴിവാക്കിത്താ. ഇങ്ങനെ ആകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഷഹബാസെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടതാട്ടോ. ഞാൻ നിന്നോട് കുറേ പറഞ്ഞതല്ലേ. മോളിൽ അയച്ച മെസ്സേജ് നോക്ക്. ഞാൻ നിന്നോട് നല്ലോണല്ലേ പറഞ്ഞത്. ഒരിക്കലും ഇങ്ങനെയൊരു പ്രശ്നമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ല. ചൊറ ഒഴിവാക്കി പോകുമ്പോൾ പിന്നെയും വന്നത് നീ തന്നെയാ. അന്നത്തെ പ്രശ്നം ഞങ്ങൾ ആരും മനസ്സിൽ പോലും വിചാരിച്ചില്ല. ഇങ്ങനെയായിരുന്നു ആ മെസ്സേജ്. പ്രതികൾക്കെതിരെ നാട്ടുകാർ ശക്തിയായി പ്രതിഷേധിച്ചു. പ്രദേശത്ത് സംഘർഷാവസ്ഥയുണ്ടായി. ആ സമയത്ത് SSLC പരീക്ഷയായിരുന്നു. പ്രതികൾക്ക് പരീക്ഷ എഴുതാൻ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അനുമതി നൽകി. പ്രതികളെ വെള്ളിമാട് കുന്ന് ജുവനൈൽ ഹോമിൽ നിന്ന് താമരശ്ശേരി ഹൈസ്കൂളിൽ എത്തിച്ച് പരീക്ഷ എഴുതിക്കാനായിരുന്നു പോലീസിന്റെ തീരുമാനം. എന്നാൽ അങ്ങോട്ടേക്ക് കൊണ്ടുചെന്നാൽ ഒരു കാരണവശാലും പരീക്ഷ എഴുതാൻ സമ്മതിക്കില്ലെന്ന് യൂത്ത് കോൺഗ്രസും KSUവും MSFും നിലപാടെടുത്തു. അതോടെ ജുവനൈൽ ഹോമിനടുത്തുള്ള ഏതെങ്കിലും സ്കൂളുകളിൽ പരീക്ഷ എഴുതിക്കാൻ തീരുമാനിച്ചു. മറ്റു കുട്ടികളോടൊപ്പം ഇരുത്തി പരീക്ഷ എഴുതിക്കില്ലെന്ന് പ്രതിഷേധക്കാർ അറിയിച്ചു. പ്രവർത്തകർ ജുവനൈൽ ഹോമിനുള്ളിലേക്ക് തള്ളിക്കയറുകയും സംഘർഷം രൂക്ഷമാക്കുകയും ചെയ്തു. കുറെ പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ഇതിനിടയിൽ ചോദ്യക്കടലാസ് ജുവനൈൽ ഹോമിലെത്തിച്ചു. ഈ കേസിൽ പോലീസ് മെറ്റയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു.
സംഘർഷം ആസൂത്രണം ചെയ്ത ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പുകളെക്കുറിച്ച് അറിയാനാണ് പോലീസ് മെറ്റയോട് വിവരങ്ങൾ ആവശ്യപ്പെട്ടത്. ഓഡിയോ ക്ലിപ്പുകളുടെ ഉറവിടവും അക്കൗണ്ടുകൾ ഉപയോഗിച്ച ഡിവൈസുകളുടെ വിവരങ്ങളും അക്കൗണ്ടുകൾ വ്യാജമാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും അറിയിക്കണമെന്നായിരുന്നു പോലീസിന്റെ ആവശ്യം. മർദ്ദിക്കാനായി രൂപീകരിച്ച സമൂഹ മാധ്യമ ഗ്രൂപ്പിൽ 63 വിദ്യാർത്ഥികളുണ്ടെന്ന് പോലീസ് കണ്ടെത്തി. ഇക്കൂട്ടത്തിൽ നേരിട്ട് മർദ്ദിച്ച 6 പേരുടെ പങ്ക് കണ്ടെത്തുകയും ചെയ്തു. ഷഹബാസ് കൊലക്കേസിൽ പ്രതിയായ ഒരു വിദ്യാർത്ഥി നഞ്ചക്ക് ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് പഠിച്ചത് യൂട്യൂബ് നോക്കിയാണെന്നും പോലീസ് കണ്ടെത്തി. 2025 ഷഹബാസ് കൊലക്കേസിന്റെ കുറ്റപത്രം പോലീസ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ സമർപ്പിച്ചു. 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം കിട്ടുമെന്നുള്ളതുകൊണ്ട് അതിനു മുമ്പ് തന്നെ കുറ്റപത്രം തയ്യാറാക്കി സമർപ്പിക്കുകയായിരുന്നു ചെയ്തത്. 6 പേരെയാണ് കേസിൽ പ്രതി ചേർത്തിരുന്നത്. ഗൂഢാലോചനയെക്കുറിച്ചുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്നും കുറ്റപത്രത്തിലുണ്ടായിരുന്നു. ജാമ്യത്തിനായി പ്രതികൾ കോടതിയെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. പ്രതികളെ ജാമ്യത്തിൽ വിട്ടാൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും ഇവരുടെ ജീവൻ അപകടത്തിലാണെന്നുമുള്ള പ്രോസിക്യൂഷന്റെ വാദം പരിഗണിച്ചാണ് കോടതി ജാമ്യം നിഷേധിച്ചത്. പിന്നീട് ഇതിൽ 4 പ്രതികളുടെ പരീക്ഷാഫലം സർക്കാർ തടഞ്ഞുവെച്ചു. ഇതിനെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. പിന്നീട് ജുവനൈൽ ഹോമിലായി 100 ദിവസങ്ങൾക്ക് ശേഷം പ്രതികൾക്ക് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ജാമ്യം അനുവദിച്ചു. പ്രതികൾക്ക് ജാമ്യം അനുവദിക്കാതിരുന്നത് ബാലനീതി നിയമത്തിന്റെ ഉദ്ദേശശുദ്ധിക്ക് തന്നെ എതിരാണെന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം. കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് പ്രതികൾക്ക് +1 പ്രവേശനം കിട്ടുകയും ചെയ്തിരുന്നു. ഒരു 15-കാരൻ ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ കാലഘട്ടത്തിലേക്ക് കടക്കേണ്ട പ്രായത്തിൽ ഒരു സംഘർഷം ആ ജീവിതത്തെ തന്നെ അവസാനിപ്പിച്ചു. ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകൾ അവിടെ അവസാനിച്ചു. ഒരു വീടിന്റെ ചിരി അവിടെ നിലച്ചു. അത് വെറും ഒരു നിമിഷത്തെ വഴക്കായിരുന്നോ അതോ ഇതിനു പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടായിരുന്നോ? ഷഹബാസിന്റെ കുടുംബത്തിന് ഇത് വെറുമൊരു കേസ് നമ്പർ മാത്രമല്ല, അത് അവരുടെ മകനാണ്. ഇനിയും ഒരുപാട് സ്വപ്നങ്ങൾ കാണേണ്ടിയിരുന്ന മകൻ. അവൻ ഇനിയൊരിക്കലും തിരിച്ചു വരില്ല. കേസിൽ ഇതുവരെ അന്തിമ വിധി ഉണ്ടായിട്ടില്ല. ഷഹബാസിന് സംഭവിച്ചത് മറ്റൊരു കുട്ടിക്ക് സംഭവിക്കാതിരിക്കണമെങ്കിൽ ഈ കേസിന്റെ സത്യം പുറത്തു വരണം. നിയമം അതിൻ്റെ വഴിക്ക് പോകണം. കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തുന്നവർക്ക് നിയമപരമായ ശിക്ഷ കിട്ടണം. പക്ഷേ പ്രതികൾ പ്രായപൂർത്തിയാകാത്തവരാണ്. വിധി സമൂഹത്തിനുള്ള ഒരു മുന്നറിയിപ്പായി മാറണം. ഒരു 15-കാരൻ്റെ ജീവിതം അവസാനിച്ച ഈ സംഭവം ഒരു കുടുംബത്തിൻ്റെ കണ്ണീരായി മാത്രം അവസാനിക്കരുത്. പ്രതികൾ ഇപ്പോഴും സുഖമായി ജീവിക്കുന്നു, ചിരിക്കുന്നു, കളിക്കുന്നു. കുറ്റകൃത്യം ചെയ്യുന്ന സമയത്ത് പ്രായപൂർത്തിയാകാത്തവരെന്ന ഇളവ് നൽകി ഇവരെ വെറുതെ വിട്ടേക്കാം. ഇതുപോലൊരു ആസൂത്രിതമായൊരു കൊടും കുറ്റകൃത്യം ചെയ്യുന്നവർക്ക് പ്രായപരിധി ഇളവ് നൽകണോ എന്നുള്ള ചോദ്യം മാത്രം അവശേഷിക്കുന്നു.